നമ്മളുള്ളത് കൊച്ചിയിലെ തേവരയിലെ ഗുരുമന്ദിറിൻ്റെ മുമ്പിലാണ്. അതായത് സിഖ് ടെമ്പിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബണ്ടി സിംഗ്. എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? നമ്മൾ എറണാകുളത്ത് ജനിച്ചു വളർന്നതാണ്. അതാണ് മലയാളത്തിൽ ഫ്ലുവൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരിയാണ് സാറേ. നമ്മൾ സ്പെയർ പാർട്സ് ബിസിനസ്സൊക്കെയാണ്. അതൊക്കെ ആയിട്ട് അത് ബന്ധമായിട്ട് ഇവിടുത്തെ നമ്മൾ ജനിച്ചു വളർന്നല്ലേ. സ്കൂളിങ്ങും കൂട്ടുകാരും എല്ലാം മലയാളീസാണല്ലോ. ഓക്കെ. അതായത് പപ്പയുടെ കാലം പിന്നെ അപ്പച്ചൻ വന്നായിരുന്നു 1970s വന്നായിരുന്നു. അപ്പച്ചൻ വന്നിട്ട് ഇവിടെ തന്നെ ജനിച്ചു. ഇവിടെ തന്നെയാണ് കാര്യങ്ങൾ. ഇവിടെ തന്നെ എല്ലാം സെറ്റപ്പായി. എല്ലാം പ്രോപ്പർട്ടി ആയാലും എല്ലാം ആയാലും സ്ഥാപനം എല്ലാം ഇവിടെ തന്നെ സെറ്റായി. ഇവിടെ ഏകദേശം എത്ര സിഖുകാരുണ്ട്? ഇവിടെ മൊത്തം 10-30 ഫാമിലീസ് ഉണ്ട് ഇവിടെ സ്ഥിരമായിട്ട് താമസമുള്ളവർ. പിന്നെ അതിനൊപ്പം തന്നെ വേറെ വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഗുരുദ്വാര കേരളത്തിൽ ഏക ഒറ്റ ഗുരുദ്വാരേ ഉള്ളൂ. മെയിനായിട്ട് വലിയ ഗുരുദ്വാരയായിട്ട്. പിന്നെ ആർമിയിലുണ്ട്. ആർമിക്കാരുടെ പാങ്ങോടുന്ന സ്ഥലത്ത് ചെറിയൊരു ഡിഫൻസിൻ്റെ ഒരു ഗുരുദ്വാര ഉണ്ട്. ഇല്ല, എല്ലാവർക്കും ഓപ്പൺ ടു പബ്ലിക്കാണ്. പക്ഷേ ഇത്രയും വലിയ അവിടെ സിറ്റിംഗ് കപ്പാസിറ്റി മാക്സിമം 50 പീപ്പിൾ. ഇവിടെയാണ് സിറ്റിംഗ് കപ്പാസിറ്റി മോർ ദാൻ 500+ ആണല്ലേ. സോ ഈ ഗുരുദ്വാരയുടെ ഒരു എന്താണ് എത്ര കൊല്ലം ഏകദേശം ഇവിടെ പണിതിട്ട്? ഇത് പണിതിട്ട് ഒരു 50-55 കൊല്ലമായി. ആദ്യം നമ്മുടെ ഗുരുദ്വാര ചെറിയൊരു സെറ്റപ്പിലായിരുന്നു. ഓൾഡ് തേവർ റൂട്ടിലായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ നമുക്ക് ആൾക്കാർ കൂടി വന്നിടത്ത് നമ്മൾ മെയിൻ നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന ഫോളോവേഴ്സ് കൂടുതൽ സിഖ് കമ്മ്യൂണിറ്റി ഫ്രം നേവൽ ബേസ് കുറേ ആൾക്കാർ വരും. പിന്നെ NCC, ആർമി, എയർഫോഴ്സ് അവിടെ നിന്ന് എല്ലാ സ്ഥലത്തും ആൾക്കാർ വരും. പഞ്ചാബീസ് അല്ല, എല്ലാം ഓൾ നേറ്റീവ്സ്. പഞ്ചാബീസും നോൺ നമ്മുടെ സിഖരും എല്ലാവരും വരും. ഹിന്ദുസ് എല്ലാവരും. നമ്മുടെ ഗുരുദ്വാര പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടു എവറി കമ്മ്യൂണിറ്റി. നീ ഇപ്പോൾ ഹിന്ദു ആണ്, മുസ്ലിം ആണ്, ക്രിസ്ത്യാനി നിന്നെ കയറ്റില്ല, ആ പരിപാടിയില്ല. നമ്മുടെ ഗുരുനാനക്കിൻ്റെ ഒറ്റ ദൃശ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നാണ്. ദൈവത്തിനെ കണ്ടില്ല, ഒറ്റ ഒന്നാണ്. പിന്നെ നമ്മുടെ ലങ്കർ ഫ്രീ കമ്മ്യൂണിറ്റി കിച്ചൺ. നമ്മൾ ഫുഡ് കഴിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചിരുന്നാൽ കഴിപ്പിക്കണം. അപ്പോൾ അവന് വേണ്ടി സ്പെഷ്യലായിട്ട് ഫുഡല്ല. ആ ഫുഡ് ഉണ്ടാക്കണം എല്ലാവർക്കും സെർവ് ചെയ്യണം. ഒന്നിച്ച് തന്നെയാണ് സെർവ് ചെയ്യണത്. അതിൽ അവന് വേറെ കാര്യം പ്രത്യേകം അടിയിരുത്തി കഴിപ്പിക്കണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏജ്ഡ് ആൾക്കാർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ബെഞ്ച് നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരത്തി കഴിക്കും. അവനിപ്പോൾ ഒരു PM ആയാലും പ്രസിഡൻ്റ് ആയാലും എല്ലാവരും ദൈവത്തിന് കണ്ടിൽ ഒന്നാണ്. ഇവനൊരു പണക്കാരനാണ്, പാവപ്പെട്ടവരാണ്, ഒന്നിച്ചിരിക്കാൻ പാടില്ല എന്നൊരു ആ കൺസെപ്റ്റ് ഇല്ല. എത്ര പേർക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്? ഞായറാഴ്ച ഒരു 450-500. ഇന്നത്തെ ഒരു 1000-1250 ആൾക്കാർ ഭക്ഷണം. ഗുരുനാനക്കിൻ്റെ ജയന്തി ആയ സ്ഥിതിക്ക് ആൾ നല്ലോണം വന്നു. ഇന്ന് പിന്നെ വേറെ പ്രത്യേകത സെൻട്രൽ ഗവൺമെൻറ് ഹോളിഡേ ആണല്ലോ. നേവൽ ബേസും ആ സമയത്തിനും അവിടെ എല്ലാം മുടക്കാണ്. അപ്പോൾ അവരെല്ലാവരും വരും. ഒരു വലിയ ഹോസ്പിറ്റൽ ചെയ്യണം നമുക്ക്. ഈ സിഖിസത്തിൻ്റെ ബേസ് എന്താണ്? സിഖിസത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുകൾ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും സ്നേഹിക്കുക. പിന്നെ അതിനൊപ്പം തന്നെ ആർക്കും എന്തെങ്കിലും നീതി അന്യായമാണെങ്കിലും നിർത്തുക. നമ്മളെല്ലാവരും എല്ലാവർക്കും ആവശ്യമുള്ള കാര്യം നമ്മൾ ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഗുരുക്കൾ പറഞ്ഞതല്ലേ, ഞങ്ങളിപ്പോൾ ഒരു 10 രൂപ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നമ്മൾ 1 രൂപ നമ്മൾ ദാനം ചെയ്യണമെന്നോ പറയണം. അതിൻ്റെ കൺസെപ്റ്റാണ് ഈ നമ്മൾ ഫുഡിൻ്റെയും എല്ലാത്തിൻ്റെയും സ്പോൺഷിപ്പും കാര്യങ്ങളൊക്കെ. പലയിടത്തും പറഞ്ഞു കേൾക്കാത്തതാണ്. പക്ഷേ ഒരുവിധം എല്ലാ ഫാമിൽ നടക്കുന്നിടത്തും അല്ലെങ്കിൽ എന്തെങ്കിലും കലാമിറ്റിയോ കാര്യങ്ങളൊക്കെ നടക്കുന്നിടത്ത് ഞാൻ മിക്കവാറും ഒരു കുറച്ച് സിഖുകാരെയും അവരെ ഫുഡ് സെർവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പലരും അത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി പ്രഘോഷിച്ച് നടക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ യു ഡു ഇറ്റ്. സോ അത് സിഖിസം മാത്രമല്ല, എനിക്കൊന്നും നിങ്ങളുടെ കുറേ മനസ്സിൻ്റെ അല്ല, ഞങ്ങൾ ഗുരുകൾ പറഞ്ഞിങ്ങനെ ഒരു ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്മളിവിടെ ഫ്ലഡ് വന്നു, പ്രളയം വന്നപ്പോൾ ഞങ്ങൾ ഗുരുദ്വാര കുറേ സ്ഥലത്ത് ഫുഡ് നമ്മൾ സെർവ് ചെയ്തായിരുന്നു. മോർ ദാൻ ക്വാണ്ടിറ്റി ഓഫ് 1000+ 500-600 ആൾക്കാർക്ക് ഫുഡ് പാർസലാക്കിയിട്ട് കൊടുത്തു. കോവിഡ് ടൈമിൽ നമ്മൾ കൊടുത്തു. അങ്ങനെ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ ഗുരുകൾ പറഞ്ഞ ഒരു ടീച്ചിങ്സ് ആണ് ഹെൽപ്പ് ദ നീഡീസ്. ഇപ്പോൾ ഒരു ആവശ്യം വന്ന ഒരു കാര്യം ആവശ്യം വന്നതിന് നമ്മൾ അതിനുള്ള സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ എനിക്ക് പറ്റില്ല, നമുക്ക് പറ്റില്ല എന്നൊരു ഇതില്ല. ആ കൺസെപ്റ്റ് നമുക്കില്ല. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, അവർക്ക് ആവശ്യക്കാരനെ ഹെൽപ്പ് ചെയ്യുക, നമ്മൾക്ക് മാക്സിമം നമ്മൾ കോപ്പറേറ്റ് ചെയ്യുക.
പിന്നെ അങ്ങനെയാണ് വരുന്നത്. അങ്ങനെയൊന്നും വേറെ വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ എല്ലാം നമ്മൾ ഗുരുകൾ പറഞ്ഞ മാതിരി തന്നെ നമ്മളങ്ങനെ പ്രീച്ചിങ്സ് ആണ്, അങ്ങനെ നമ്മൾ പോകുന്നത്. ശരി. അപ്പോൾ ഞാൻ ഖാൽസയെ കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഖാൽസ മുമ്പ് സാറിന് ഇവിടെ ഉണ്ടോ? അതേ പിന്നെ ഖാൽസ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത് സാറ്? നിങ്ങളുടെ ഒരു കുറച്ച് സിക്കിസത്തിൽ തന്നെ ഒരു വിഭാഗമില്ലേ നമ്മൾ അമൃത്ധാരീസാണ്. ഖാൽസ ഇല്ല, അമൃതാരീസാണ്. അമൃത്ധാരീസാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിക്കിൻ്റെ ഒരു സെക്ടറാണ്. അവർ ദൈവത്തിനൊപ്പം കൂടുതൽ അറ്റാച്ച്ഡ് ആണ്. അവർ കൃപാണം വെക്കാൻ പറ്റും, അങ്ങനെ കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്. സോ സിക്കിസത്തിന് ഓത്തെടുക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, കടാകച്ച. അത് എന്ന് പറഞ്ഞാൽ അമൃതാരീസാണ് അവരാണ് ചെയ്യുന്നത്. ഓത്തിട അവർ എവിടെയെങ്കിലും അവർ ഭയങ്കര സിസ്റ്റമാണ്. അവർക്ക് എവിടെയെങ്കിലും നമ്മൾ ഫുഡ് ഒരു പ്ലേറ്റിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാൻ പാടില്ല. ഭക്ഷണം ഒരാൾ അവർ മറ്റേ ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കുന്ന ഒരു പ്ലേറ്റിൽ ആ ഫുഡ് അവരൊന്നും വേറെ ഫുഡ് കഴിക്കാൻ പാടില്ല. അങ്ങനെ കുറേ കൺസെപ്റ്റ്സ് ഉണ്ട് അവർക്ക്. പിന്നെ എന്താ പറഞ്ഞാൽ പിന്നെ വേറെ അവർ രാവിലെ എല്ലാ ദിവസവും ഗുരുദ്വാര വന്നം, അങ്ങനെ കുറേ ചടങ്ങുണ്ട്. അവർക്ക് പ്രാർത്ഥന ചെയ്യണം. പിന്നെ എവിടെ അന്യായം നടക്കുന്നതിന് അവർ ഒപ്പോസ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇവിടെ നമ്മൾ പ്രാർത്ഥനകൾ കേട്ടു. അപ്പോൾ അത് റീഡിങ്സ് എന്താണത്? ഞങ്ങളുടെ ഹോളി ബുക്കാണ്. ഞങ്ങൾക്ക് ടോട്ടൽ 10 ഗുരുകളുണ്ടായിരുന്നു. 10ാമത്തെ ഗുരു പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ഗുരു ഉണ്ടാവില്ല, നിങ്ങൾ ഒരേ ഗുരു ആയിരിക്കും, ശ്രീ ഗുരു ഗ്രന്ഥ് സാഹിബ്. ഇതൊരു 1430 ഗ്രന്ഥമാണത്. ഞങ്ങളിപ്പോൾ ഈ നമ്മൾ ഇതെല്ലാം പ്രാർത്ഥനകളെല്ലാം നമ്മൾ ഇതിൽ നിന്നാണ് ചെയ്യുന്നത്, കീർത്തനം എല്ലാം. യെസ്, ഞങ്ങൾ ഗുരുക്കളുടെ എല്ലാം ടീച്ചിങ്സാണ് ഇതിനകത്ത്. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്, അത്യാവശ്യം എല്ലാവരും ഉണ്ട്. കബീർ സാറുണ്ട്, എല്ലാവരും നമ്മുടെ ഗുരുക്കൾ എല്ലാവരും ഉണ്ട്. ഞങ്ങളിതാണ് ഞങ്ങളുടെ ഗുരു, ഞങ്ങൾക്ക് വേറെ ഗുരുകളില്ല. ഇത് നമ്മളെല്ലാ ഗുരുദ്വാരയിലും ഈ ഗുരു ഗ്രന്ഥ് സാഹിബ് ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത രാവിലെ 4 മണിക്ക് ഇത് പ്രകാശിക്കണം, രാത്രി 7:00 സമാപ്തി ചെയ്യണം. ഒരു ചടങ്ങാണത്. എല്ലാ ദിവസവും പ്രാർത്ഥന മാറി തന്നെ. ആർക്ക് വേണമെങ്കിലും വരാം, പോവാം, ഒരു വിഷയമില്ല. ഓപ്പണാണ്. രാവിലെ എല്ലാ ദിവസവും 4 മണി മുതൽ വൈകിട്ട് 7:00 വരെ. ഈ കമ്മ്യൂണിറ്റി കിച്ചൺ എന്തൊക്കെയാണോ? കമ്മ്യൂണിറ്റി കിച്ചൺ ബുധനാഴ്ച ഉണ്ട്. ബുധനാഴ്ച രാത്രി 7:00 മുതൽ 8:30 വരെ നമ്മൾ കീർത്തനം ഉണ്ടാവും. 8:45 9 മണിക്ക് ഇതുണ്ടാവും, ഫുഡ് ഉണ്ടാവും. കമ്മ്യൂണിറ്റി കിച്ചൺ ലങ്കർ, ഫ്രീ കമ്മ്യൂണിറ്റി കിച്ചൺ. സൺഡേസ് ടൈമിങ്സ് ആണ് ഫ്രം 11:30 12 till 1:30. 1:30 കഴിഞ്ഞ് ഫ്രീ കമ്മ്യൂണിറ്റി കിച്ചൺ. ആർക്ക് വേണമെങ്കിൽ നമ്മുടെ കൂടുതൽ മലയാളീസ് വരും. ബുധനാഴ്ചയൊക്കെ മലയാളീസ് കുറേ വരും, കുറേ ആൾക്കാർ വരും. നമുക്ക് അങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഇല്ല. നീ ഒരു ഇതാണ്, വലിയ ആളാണ്, ഷോപ്പട്ടർ, അങ്ങനെ ഒരു വിഷയമില്ല. എല്ലാവരും ഒന്നിച്ചാണ്. ഞങ്ങൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റി നമുക്ക് ഗവൺമെൻറ് കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യും. നമ്മൾ ചോദിച്ചിട്ടുമില്ല, അവർ തന്നിട്ടുമില്ല. അതാണ് സത്യാവസ്ഥ. ഞങ്ങളത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇനി അത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചെയ്യണം. നമുക്ക് അതാണ് ഇപ്പോൾ അടുത്ത കോഴ്സ്, അടുത്ത ഫ്യൂച്ചർ ആഗ്രഹമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ദൈവാനുഗ്രഹം. നമ്മളാരാണ് അതിലേക്ക് നിങ്ങൾ നന്ദി പറയണം. നിങ്ങൾ നമ്മൾ ഗുരുദ്വാര വന്നു, അത് നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടു. എന്തായാലും വന്നത് നന്ദി. താങ്ക് യു സോ മച്ച്. കുറച്ച് മലയാളം മനസ്സിലായി. I am a teacher basically at Breach Public School. Oh, great. So, which standard are you? 11th and 12th psychology. Oh, great. So, how long have you been here in Kochi? It's been almost 4 years. 4 years. So, you came for a job or? No, I got married and settled here. My husband is born and brought up here. He's not a Malayali, he's a Sikh, but he's born and brought up here. So, he's doing job or? No, he has his own business. He's here with his business. Amazing. So, what can you tell us about Sikhism? Sikhism is started by Guru Nanak Dev Ji, first Guru, and today is his birthday. We are celebrating his birthday, 555th birthday today. 555th Gurpurab today. Okay, amazing. So, Sikhism actually, so when though it started by Guru Nanak, Hanji. so it was some other guru who made us Sikhism. No, this was the religion was started, the equality, like sitting together, having langar together. He started the langar with 20 rupees only. Okay, right. He was the first person to start langar. He was born and brought up in Pakistan. He travelled all over the world. He is known by different names by different people, and he was the first person who was like, okay, you should have equality, you should have faith in God. All these was done by him. Okay. And so who wrote this Guru Granth
Guru Granth Sahib, it's a mix of all the gurus. We have 10 gurus. First is Guru Nanak Dev Ji, last one is Guru Gobind Singh Ji, and our book we worship the Guru Granth Sahib now. We have no more gurus, we have Guru Granth Sahib now. Yeah, that was so. He's the last guru, he is the almighty, he's the last guru. We worship Guru Granth Sahib now. Anything else can you tell us about Sikhism or? Guru Nanak Dev Ji told Kirat Karna, Van Chakna, and these like 2-3 principles of his that we follow, and we follow in our day-to-day lives. That is there. There are 3 principles, right? Yes, Kirat Karna, Naam Chakna, and Van Te Chakna. Naam Japna, Van Chakna. Can you translate that to English? Kirat Karna is seva. Yes, okay. Kirat is seva. Naam Japna is you worship God, pray to God, and Vand Chakna is basically, yeah. We have dasvant, like 10th portion of your salary or your earnings, you have to give it to God. So those who are in need or those who need help, so we can actually give our 10th part to them. So that is actually you are actually doing. Yes. That is service and. We do seva over here. Every Sunday we have our Guru Nanak Dev Ji and Guru Granth Sahib Ji. We have programs on Sunday. Every Sunday we come here and we worship and we pray. There are this oath you take, like Yes. 5, Kada, Kacha. Kada, Kacha, Kirpan, Kes, Kanga. Can you say that in English? Kada is, this is what I'm wearing, this is Okay. Kada. Kacha is a shorts that you have to wear, white color shorts. Kanga is a small comb that you keep. Kirpan is worn by those who have, yes, she is wearing one, Amrit Chakna, it's we call, see she's wearing one, you can show it that. Kirpan and Kanga, Kirpan, Case, we can't cut our hair. We have to keep our hair as it is, we cannot touch scissor over there. So these are the 5 things. Amrit Chakna you are talking about? The ones who have taken Amrit follow all these 5 principles, follow the worshipping of God. They pray in the morning, they wake up in the morning and they have bath, they start praying, they have all the 5 banis reciting, they recite it and they pray it. So they are true Sikh, like we call it, because they don't even cut any part of their body hair. I also heard that it is not everyone knew about it, but you guys been in place where calamities strike, so there is some issues or like famine and all. Yeah. You've been there and served there. Yes, we have Khalsa Aid and we have many more such seva groups happening, NGOs. They pray, they actually give financial aids to them as well. Khalsa Aid is one of the biggest ones that we have in India. Wherever a calamity strikes or something, they are there, they present there. Even in Kochi when there were floods, they had come here. So they serve. That's true. Khalsa was initially introduced to fight for Sikhism, right? Yes, Or to protect. yes. Protect the Sikh from other this thing. So to protect that, Guru Gobind Singh Ji said that no, Khalsa should be there and we have to be little different from people, we have to serve people. So anywhere there's something wrong happening, the person should be able to reach a person who they can have faith on. So the turban is for that. Okay, right. So anywhere you find a turban, you feel that you are safe. So if a person is lost, you see the turban and you're like, oh, I can go to Sardarji and I can ask for help. So these are like those people. Any Sardar you see, you can go for help. Like you need any help, you go to them and they can help you out. Many people can't do that, so and yeah, thank you so much for this interview and for the knowledge. Yeah, thank you so much for having us here. Yes, no problem. Thank you so much. നമ്മൾ ഇത്രയും ആൾക്കാരെ പരിചയപ്പെട്ടു, എന്താണ് സിക്കിസം എന്നും അല്ലെങ്കിൽ ഗുരുദ്വാര എന്താണെന്നൊക്കെ നമ്മൾ പരിചയപ്പെട്ടു, അറിഞ്ഞു. അപ്പം ഒരു സിഖുകാരനെ കാണുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു
സങ്കോചമില്ലാതെ ധൈര്യമായിട്ട് അവരുടെ അടുത്ത് പോകാം, സംസാരിക്കാം. കാരണം അവരത്രയും ഫ്രീ ആണ്, അവരത്രയും നല്ല മനുഷ്യരാണ്. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ വന്ന ശേഷമാണ് മനസ്സിലായത്. സോ അതുപോലെ തന്നെ ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ബുധനാഴ്ചയും ഞായറാഴ്ചയും ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇവരുടെ ആചാരത്തിൻ്റെ ഭാഗം, അല്ലെങ്കിൽ ഇവരുടെ ഗുരുക്കന്മാർ ഇവരെ പഠിപ്പിച്ചതാണ് സെർവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫുഡ് കൊടുക്കുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വന്ന് കഴിക്കാം, സുഖമായി ധൈര്യമായിട്ട് വന്ന് കഴിക്കാം. അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല, ആരും ചോദിക്കില്ല ആരാ ഇവിടെ നിന്നൊന്നും ആരും ചോദിക്കില്ല. അപ്പോൾ ധൈര്യമായിട്ട് വന്ന് കഴിച്ചിട്ട് പോകാം. അപ്പം അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ അടുത്തൊരു സ്റ്റോറിയായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ്, ജോയൽ ജോസഫ്.